നമസ്കാരം, ഏവർക്കും പെറ്റൽസ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ടാണ് വന്നത്. ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും ജാമുമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കൊണ്ടുവന്നത്. കുഞ്ഞൻ കാപ്പി കുടിക്കുകയാണ്. മോള് വീഡിയോ എടുക്കുമ്പോൾ അവൻ വലിയ നാണമായി ചിരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു പെട്രോൾ പമ്പിൽ കയറി കാറിൻ്റെ ടയർ പ്രഷറൊക്കെ ചെക്ക് ചെയ്ത് പെട്രോളൊക്കെ അടിച്ചിട്ട് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പുറ്ററയ്ക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം. കാഞ്ഞിരംകുളത്തേക്ക് എത്താറാകുമ്പോൾ ഒരു ടോൾ പ്ലാസയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമായി 75 രൂപയാണ് എനിക്ക് ഫാസ്ടാഗ് വഴി ഡിഡക്റ്റ് ചെയ്യപ്പെട്ടത്. തിരുവനന്തപുരത്ത് നിന്നും NH66 ബൈപ്പാസിലൂടെ കന്യാകുമാരി റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഗൂഗിൾ അമ്മച്ചി കൃത്യമായി ഞങ്ങളെ ക്ഷേത്രത്തിൽ വഴി പറഞ്ഞു തന്ന് എത്തിക്കുകയുണ്ടായി. കാഞ്ഞിരംകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. കൃത്യമായ ബോർഡുകൾ നമുക്ക് പോകുന്ന വഴിയിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് വഴിതെറ്റാൻ സാധ്യത വളരെ കുറവാണ്. ഞങ്ങൾ ഏകദേശം 9 മണിയായപ്പോഴത്തേക്കും ഇവിടെ എത്തി. ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയും പ്രധാന പ്രതിഷ്ഠകളായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ഓം നമോ ഹിരണ്യബാഹവേ ഹിരണ്യവർണായ ഹിരണ്യരൂപായ ഹിരണ്യപതയേ അംബികാപതയ ഉമാപതയ പശുപതയേ നമോ നമഃ. ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണർ, 12 ജ്യോതിർലിംഗങ്ങളുടെയും മാതൃകകൾ തുടങ്ങി വേറെയും ആകർഷണങ്ങൾ ഇവിടെയുണ്ട്. തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും വാസ്തുശാസ്ത്രങ്ങൾ ചേർന്ന ഒരു രൂപമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഈ ക്ഷേത്രത്തിലെ കൊത്തുപണികൾ തടിയിലുള്ളതാണ്. ഹിരണ്യബാഹവേ ഹിരണ്യവർണായ ഹിരണ്യരൂപായ ഹിരണ്യപതയേ അംബികാപതയ ഉമാപതയ പശുപതയേ നമോ നമഃ. വെറുമൊരു ശിവലിംഗം എന്നതിലുപരി അകത്തേക്ക് കയറാവുന്ന രീതിയിൽ പണിത ഒരു കെട്ടിടമാണിത്. ഷഠാധാര വിധി അനുസരിച്ച് പണി കഴിപ്പിച്ച ഈ കെട്ടിടത്തിനകത്ത് 7 നിലകളുണ്ട്. ഇവ മനുഷ്യ ശരീരത്തിലെ 7 ചക്രങ്ങളെ സൂചിപ്പിക്കുന്നു. അവയിൽ ഓരോന്നിലും വിവിധ ദേവീ ദേവരൂപങ്ങൾ കാണാം. ഏറ്റവും താഴെയുള്ള നിലയെ അടിസ്ഥാന ചക്രമായ മൂലാധാരത്തിൻ്റെയും പിന്നെ മുകളിലേക്കുള്ള ഓരോ നിലയെയും ക്രമത്തിൽ സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്നിവയുടെയും പ്രതീകങ്ങളായി കണക്കാക്കി വരുന്നു. 150 രൂപയാണ് ശിവലിംഗത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ടുള്ള ടിക്കറ്റ് നിരക്ക്. മൊബൈൽ ഫോൺ, ക്യാമറ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും സറണ്ടർ ചെയ്തതിന് ശേഷം മാത്രമേ അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന സന്യാസിയുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റാണ് ഈ ക്ഷേത്രഭരണം നടത്തിപ്പോരുന്നത്. അടുത്തിടെ പണി കഴിപ്പിച്ച അത്ര തന്നെ ഉയരത്തിലുള്ള ഒരു ഹനുമാന്റെ രൂപവും ശിവലിംഗത്തോട് ചേർന്നുണ്ട്. ശിവലിംഗത്തിലെ 7ാം നിലയിലുള്ള കൈലാസത്തിൽ എത്തിച്ചേർന്നാൽ നമ്മൾ തിരികെ ഇറങ്ങുന്നത് ഹനുമാന്റെ രൂപത്തിന്റെ ഉള്ളിൽ കൂടെയാണ്. പടിപടികളായി ഓരോ നിലകളും താഴേക്കിറങ്ങുമ്പോൾ അഷ്ടലക്ഷ്മിയുടെ വിവിധ ഭാവങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പ്രതിഷ്ഠകൾ കാണാനായിട്ട് സാധിക്കും. വളരെ നന്നായി പരിപാലിക്കുന്ന ഒരു പൂന്തോട്ടവും അതിവൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു പരിസരവുമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്.
ശിവന് വിഗ്രഹപ്രതിഷ്ഠയുള്ള ലോകത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്. വളരെ മനോഹരമായ ഒരു അനുഭവം തന്ന ചെങ്കൽ ഉമാമഹേശ്വര ക്ഷേത്രത്തോട് വിട പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ശിവനെ കാണാനായി ആഴിമലയിലേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്.